ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷത്തിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടോ ഒന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ മേലത്തെ വീട്ടിലത്തെ ഏട്ടൻ അത് ആ വഴിക്കൂടെ പോവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുറ്റടിക്കുന്ന സമയമായിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ഞങ്ങളോട് വർത്താനൊക്കെ പറഞ്ഞോണ്ട് നിൽക്കട്ടോ. ചെറിയ മൈ ഉണ്ട് ഇപ്പുറത്ത് കേട്ടോ. അപ്പോൾ അവർ കോയമ്പത്തൂരാണ് അവർക്ക് പണി. മേലത്തെ വീട്ടിലത്തെ അച്ഛനാണ്. അപ്പം നല്ല വെയിലല്ലേ, വെയിലൊക്കെ ആറിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കുട്ടിയെ. പിന്നെ ഞാൻ 2 ദിവസമായിട്ടുള്ളൂ വന്നിട്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടുത്തെ അമ്മയ്ക്കും അവരുടെ ഭാര്യയ്ക്ക് അവരെ എന്തോ നിലത്തിറങ്ങി കിടന്നു. അപ്പോൾ ചൂടല്ലേ, അപ്പം നിലത്തിറങ്ങി കിടന്നു അത്ര. അപ്പോൾ എന്തോ കടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പോയിസൺ ആവോ എന്താന്ന് പേടിച്ചിട്ട് ഇഞ്ചക്ഷൻ വെക്കാൻ പോയിരുന്നു 2 ദിവസം മുന്നേ. അപ്പോൾ അതിൻ്റെ കൂട്ടൊക്കെ അങ്ങനെ കൂടി നിന്ന് കുറച്ചു നേരം സംസാരിച്ചിട്ട് അങ്ങനെ മൂപ്പര് പോയി കേട്ടോ. പിന്നെ ഞാൻ മുറ്റടിക്കുകയായിരുന്നു. മുറ്റടിക്കാൻ കുറച്ചധികം ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ മുറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊടിയും മുറ്റവും വഴി എല്ലാം റോഡൊക്കെ അടിച്ചു വരണം കേട്ടോ. കാരണം അവിടം വരെയൊക്കെ കാടായിരിക്കും, നല്ല കാടാണ്. കാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരങ്ങളുടെ ഇങ്ങനെ കാറ്റൊക്കെ അടിക്കുമ്പോൾ മരങ്ങളുടെ ഇലകളും മറ്റും വീണിട്ടൊക്കെ നിറച്ച് കാടായിരിക്കും കേട്ടോ. അപ്പോൾ വഴിയും കൂടി റോഡിൻ്റെ ആ സൈഡും കൂടി അടിച്ചു വരും. അപ്പോൾ ധോനി ബേബി ഉറങ്ങിയിട്ടൊന്നുമില്ല, അവൾ ഉണർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കളിക്കാം, നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ കളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം മുറ്റടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ടേ, എന്ന് വെച്ചാൽ വെള്ളമൊക്കെ പിടിക്കൽ കഴിഞ്ഞിട്ട് ഞാനും വലിയമ്മയും കൂടി വെള്ളം പിടിക്കലൊക്കെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ മുറ്റടിക്കൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഉള്ളടിക്കാനൊക്കെ നിന്നത് കേട്ടോ. അപ്പോൾ ഉള്ളടിക്കണതിന് മുന്നേ താഴത്തെ വീട്ടിലത്തെ കുട്ടികളൊക്കെ വന്ന കുട്ടിയും പിന്നെ അവരൊക്കെ വന്നാണ് കുറച്ച് നേരം സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. കുറേ നേരമൊന്നുമില്ല, ഒരു 2-3-5 മിനിറ്റ് കേട്ടോ. കാരണം കുറേ സമയം ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 മണിയാകുമ്പോഴത്തേന് വിളക്ക് കൊളുത്തി കാട്ടണം, അമ്മയൊക്കെ കുളിച്ച് വരുമ്പോഴേക്ക്. അപ്പോൾ അതൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് പിന്നെ വേഗം അവർ പോയപ്പോൾ തന്നെ വേഗം ഉള്ളൊക്കെ അടിച്ചു വാരി കേട്ടോ. കാരണം ഈ കട്ടച്ചൊമര ആയതുകൊണ്ടേ ഏത് സമയം നല്ല പൂടിയായിരിക്കും. പിന്നെ ഇപ്പോൾ ഈ പ്രായമായ ആൾക്കാരൊക്കെ അല്ലേ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരുപ്പിട്ടിട്ട് കയറുകയാണെങ്കിലും ഒക്കെ അവരെ കാലിലൊക്കെ ഉണ്ടാവും പൂഴി. അപ്പോൾ 2 നേരം നമുക്ക് 2 നേരമല്ല, ചിലപ്പോൾ 3 നേരമൊക്കെ അടിച്ചു വാരും കേട്ടോ. ഇങ്ങനെ പൂഴി ഇങ്ങനെ കയറണോണ്ട്. പിന്നെ മുറ്റത്തൊക്കെ നല്ല പൊടിയും മണലൊക്കെയാണ്. അപ്പോൾ അതാ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാപ്പിയാണ് ഉച്ചയ്ക്ക് ശേഷം വെക്കാറ് കേട്ടോ. അപ്പോൾ കാപ്പി അധികമൊന്നും കുടിക്കാറില്ല, ഈ ചൂടല്ലേ, കുറച്ചാ കാപ്പിയൊക്കെ കുടിക്കാറുള്ളൂ കേട്ടോ. അപ്പം മുറ്റടിക്കലും ഉള്ളടിക്കലൊക്കെ കഴിഞ്ഞ് വേഗം വന്ന് കയ്യും കാലും കഴുകിയിട്ട് ഞാൻ കുറച്ച് കാപ്പിയൊക്കെ കുടിച്ചു. അപ്പോൾ തലേദിവസം ഏട്ടൻ കുറച്ച് മുറുക്കിൻ്റെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കടിച്ചു കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ 4 മണി ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ ജഗപ്പൊക്കെയാണ് കേട്ടോ. കാരണം ധോനി ബേബിക്ക് ഒരു ഉറക്കം വരൽ, ക്ഷീണം, പിന്നെ ചിലപ്പോൾ വാശി പിടിക്കൽ, ഓരോരോ പ്രശ്നങ്ങളായിരിക്കും കേട്ടോ 4 മണി കഴിഞ്ഞാൽ. അപ്പോൾ രാവിലത്തെ പ്രശ്നങ്ങളൊക്കെ രാവിലെ തീരുന്നു വിചാരിക്കും. എവിടെ രാവിലെ അവൾക്ക് ഉറക്കം വരവും വെയിൽ ചൂടാവലും കഴിക്കാൻ കൊടുക്കലും പിന്നെ അവളെ കുളിപ്പിക്കലും ആകെ ഓരോരോ പ്രശ്നങ്ങളായിരിക്കും. അവളാണെങ്കിലോ കുറച്ച് കിട്ടിയാൽ മതി കേട്ടോ, വാശി പിടിച്ചുകൊണ്ടേയിരിക്കും. ഈ ചൂട് കാരണം കേട്ടോ, അല്ലെങ്കിൽ കുട്ടിക്ക് വാശിയൊന്നുമില്ല. എത്ര വേണമെങ്കിലും ഇങ്ങനെ കടത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കളിച്ചോളും. അവൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ആരെങ്കിലും ഇങ്ങനെ കൂടെ വേണമെന്നേ ഉള്ളൂ. കാരണം അടുത്ത് ഇങ്ങനെ ആളുണ്ടെന്നുണ്ടെങ്കിൽ അവളിങ്ങനെ കളിച്ചോണ്ടിരിക്കും. അപ്പം ഞങ്ങളുടെ മേലത്തെ വീട്ടിലത്തെ താത്തയും പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിയൊക്കെ അവരൊക്കെ എവിടേക്കോ പോയിട്ട് വരിക. പിന്നെ താത്ത നടക്കാൻ ഇറങ്ങിയത് തോന്നുന്നു. അപ്പോൾ അവരെ കണ്ടിട്ട് ഇങ്ങനെ അവർ പഠിക്കലിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അവരെ കണ്ടിട്ട് ഇവളിങ്ങനെ എത്തി വലിഞ്ഞിങ്ങനെ നോക്കി സംസാരിക്കുകയൊക്കെയാണ്. അപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ ചൂടത്ത് ഞാൻ എന്നാൽ കുട്ടിയുടെ മുടിയൊക്കെ ഒന്ന് വാരിക്കെട്ടി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പോൾ 1 വയസ്സ് തികഞ്ഞാലൊക്കെ കേട്ടോ മുടി വെട്ടാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട് നമ്മൾ ഹിന്ദുക്കൾക്ക്. പക്ഷെ ഞാൻ എന്താണെന്നറിയില്ല, ഈ പുറകു വശത്ത് മുടിയൊക്കെ ഇറങ്ങിയിട്ട് കുട്ടിക്ക് അവൾക്ക് ഇങ്ങനെ പുണ്ണ് വന്ന പോലെ ആയിട്ടോ, ചുമന്ന് പുണ്ണ് വന്ന പോലെയൊക്കെ ആയി. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയാം, അതൊക്കെ വെട്ടിക്കൊടുത്തു. അവൾക്ക് 90 ആവണേന് മുന്നേ നല്ല മുടി വന്നപ്പോഴേ അപ്പോൾ സൈഡത്തെ മുടി കണ്ണിക്കൊക്കെ ഇറങ്ങിയിട്ട് അതൊക്കെ കുറേ പിടിച്ച് വെട്ടി കളഞ്ഞതുകൊണ്ട് കുറേ മുടിയൊന്നും എത്തുന്നില്ല കേട്ടോ പിടിച്ച് കെട്ടാൻ. അപ്പം നെറുകിൽ കുറച്ച് നല്ല മുടിയുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് വാരിക്കെട്ടി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്, നല്ല ചൂടല്ലേ. അപ്പോൾ ഇങ്ങനെ കുട്ടി നല്ല വിയർത്തൊഴുകയാണ്. അപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ അവളെ ഇന്ന് മേല് കുളിപ്പിച്ചിട്ട് അവളിനി വാശി പിടിക്കാൻ തന്നെ ചിലപ്പോൾ ഉറക്കത്തിനൊക്കെ വാശി പിടിക്കും. നേരത്തെ എണീറ്റാലേ ഉച്ചയ്ക്ക് പിന്നെ വെയിലൊക്കെ കാരണം ചിലപ്പോൾ അധികം ഉറങ്ങുകയില്ല കുട്ടി. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ അവളൊന്ന് കരയാന്നുണ്ടെങ്കിൽ വേഗം മേല് കഴിച്ചിട്ട് കിടത്താലെന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പോഴാണ് അവർ പോയി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ അവർ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഇവള് അവരോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞാൽ അവൾ ഭയങ്കര പ്രശ്നക്കാരിയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ പ്രശ്നമൊന്നും അല്ല, രാവിലത്തെ വഴക്കൊന്നും ഒരു ഇതേ ഇല്ല. ഉച്ച കഴിഞ്ഞാലാണ് കുറച്ച് വാശി കൂടുതൽ. അപ്പോൾ അങ്ങനെ ഇതാ അവരൊക്കെ സംസാരിച്ചു. കുറച്ച് നേരം ചെറിയ അമ്മായി ഉണ്ടായിരുന്നു കേട്ടോ, അവരോടൊക്കെ അങ്ങനെ സംസാരിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം അവൾക്ക് കുറുക്കനുള്ളതൊക്കെ അങ്ങനെ കോറ വെള്ളത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വേഗം അതൊക്കെ അരിച്ച് കഴുകി വൃത്തിയാക്കി. അതിനൊരു തൊണ്ട് പോലെ ഒരു തോല് പോലെ ഉണ്ടല്ലോ,
അപ്പം എന്നിട്ട് അതൊക്കെ കളഞ്ഞ് അരച്ചു ഊറാൻ വെച്ചു കേട്ടോ. എന്നിട്ടാണ് പിന്നെ ഞാൻ എന്ത് ചെയ്തത്, പിന്നെ ഏട്ടൻ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉണക്കമീനാണ്. അപ്പം ഞാൻ സ്രാവ് മീനാന്നൊക്കെ പറഞ്ഞിട്ട് കത്തി മടാളൊക്കെ എടുത്തിട്ട് പോയി കേട്ടോ. നോക്കുമ്പോൾ എന്താ പൊതി തുറന്ന് നോക്കുമ്പോൾ മാന്തള മീനാ. അപ്പം പിന്നെ ഞാൻ കത്തി അവിടെ വെച്ചിട്ട് വേഗം അതിൻ്റെ തലയൊക്കെ ഞെരടിയിട്ട് വേഗം തൊലിയൊക്കെ കളഞ്ഞു കേട്ടോ. അപ്പോൾ 5-6 ഉള്ളു വറുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. കാരണം ഏട്ടന് വലിയേട്ടനൊക്കെ മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രാശേട്ടൻ കൂട്ടില്ല, മത്തിക്കറിയാണ്, അത് രാശേട്ടൻ കൂട്ടൊന്നുമില്ല, അവരിങ്ങനെ പുളിയൊക്കെ ഒഴിച്ച് വെക്കണതാണ്. അപ്പോൾ എന്നാൽ എന്നോട് പറഞ്ഞു ഇങ്ങനെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയാൽ മതി, പിന്നെ ഈ മീനും ഉണ്ടല്ലോ അതും വറുക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഏട്ടന് മാത്രമല്ല എനിക്കും ഏട്ടനും കൂടി ഞങ്ങൾ മീനും വറുത്തു, പിന്നെ കുറച്ച് സവോളയും പിന്നെ തക്കാളിയൊക്കെ വഴറ്റിയിട്ട് ചമ്മന്തി പോലെ ആക്കിയിട്ട് നല്ല എണ്ണയിലിട്ട് മൂപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി എന്ന് ഏട്ടൻ പിന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ ഞാൻ കുട്ടിക്കുള്ള കുറുക്കും ഉണ്ടാക്കി വെച്ചിട്ടോ. പിന്നെ അവൾ വാശി പിടിച്ചാൽ പിന്നെ പെട്ടെന്ന് മേലൊക്കെ കഴുകിയിട്ട് ഇന്ന് അവൾ ഉറങ്ങിയില്ല കേട്ടോ, എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ ഇന്ന് നേരത്തെ ഉറങ്ങണതാട്ടോ. ആൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും അങ്ങനെ വാശി പിടിച്ചിട്ടൊക്കെ ഒന്ന് പാല് പിടിച്ച് ഉറങ്ങണതാട്ടോ. അപ്പം ഇന്ന് ഉറങ്ങിയിട്ടില്ല. അപ്പം ഞാൻ ഇതിനിടയിൽ അവൾക്ക് കുറുക്കുണ്ടാക്കി വെച്ചു. ഇനി അവൾ കരയാൻ തുടങ്ങുമ്പോഴത്തേന് വേഗം അവളെ കുളിപ്പിച്ച് വേഗം കുറുക്ക് കൊടുത്തിട്ട് അവളെ കിടത്തി ഉറക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. പിന്നെ അതിനിടയിൽ പിന്നെ അവൾക്ക് കുറുക്കൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ വേഗം സവോളയൊക്കെ നുറുക്കിയിട്ട് 2-3-5 സവോള എടുത്തിട്ട് വേഗം നുറുക്കി. പിന്നെ അപ്പോഴത്തേന് പിന്നെ നല്ല രാത്രിയായിട്ട് പിന്നെ വിളക്കുളത്തിലൊക്കെ കഴിഞ്ഞ് അമ്മായി കുളിച്ചു വന്ന് അവർ പിന്നെ വിളക്കുളത്തിലൊക്കെ കഴിഞ്ഞിട്ട് 2 പേരും 3 പേരും ഇങ്ങനെ TV കാണുകയാണ്. അപ്പം എന്നൊരു സീരിയലുണ്ട്, അപ്പോൾ ആ സീരിയലിൻ്റെ ആൾക്കാരാണ് അപ്പോൾ അവർ. അപ്പോൾ പിന്നെ ഫ്ലവേഴ്സ് TVയിലും തന്നെ അതുപോലെ അവരിങ്ങനെ എന്താ കുട്ടികളുടെ പരിപാടിയൊക്കെ കാണും കേട്ടോ. അപ്പോൾ അങ്ങനെ അവരത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ ധോനി ബേബിക്ക് കഴിക്കാൻ കൊടുത്തു. അപ്പോൾ അവളെ കടത്തിയപ്പോൾ ചെറിയമ്മായി പോയി എടുത്തിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അതേപോലെ തന്നെ അകത്തേക്കും കയറി. അപ്പോൾ ഇതിനിടയിൽ അമ്മ ഭക്ഷണമൊക്കെ കഴിച്ചു. നമുക്ക് മരുന്ന് കഴിക്കാറില്ല, 8-8:30 ആകുമ്പോഴത്തേനും അമ്മ ഭക്ഷണം കഴിക്കും. കാരണം കുറേ ഗുളികളുണ്ട്, ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഹാർട്ടിൻ്റെയും ഒക്കെ അങ്ങനെ ഒരുപാട് ഗുളികകളുണ്ട്. പിന്നെ സോഡിയത്തിൻ്റെ ഗുളിക അതൊക്കെ എല്ലാം കൂടി കഴിച്ച് കഴിയുമ്പോഴത്തേനും ഒരു പരിവാവും. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടി അമ്മ നേരത്തെ ഭക്ഷണം കഴിക്കും കേട്ടോ. പിന്നെ ഭക്ഷണം കഴിച്ച് അമ്മ മരുന്നൊക്കെ കഴിച്ച് കുറച്ചു നേരം പോയി കിടക്കുകയൊക്കെ ചെയ്യും. പിന്നെ അമ്മായിയൊക്കെ ഞാൻ ഒരു 9-9:30 ആകുമ്പോഴത്തേനാട്ടോ പിന്നെ കഴിക്കുകയൊക്കെ ചെയ്യുള്ളൂ. ഞങ്ങളും വലിയ അമ്മായിയൊക്കെ ഒരുമിച്ച് കഴിക്കുക, ചെറിയ അമ്മായിയും തന്നെ നേരത്തെ കഴിക്കും കേട്ടോ. പിന്നെ അങ്ങനെ ഉള്ളിയൊക്കെ സവോളയൊക്കെ നുറുക്കി പിന്നെ വേഗം വഴറ്റി. പിന്നെ അതിനിടയിൽ ധോനി ബേബീനെ ഒന്ന് കിടത്തി ഉറക്കുകയൊക്കെ ചെയ്തു കേട്ടോ, കുളിപ്പിച്ചിട്ട്. അപ്പോൾ മേല് കഴുകിയിട്ടാണ് ഒന്ന് കഴിക്കാൻ കൊടുത്തത്. പക്ഷെ പിന്നെ അവൾ ഉറങ്ങിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഒന്നും കൂടി വേർതിരിക്കണം. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് കുറച്ചു നേരം കളിച്ചപ്പോഴത്തേനും പിന്നെ അവളെ മേല് കഴിച്ചിട്ട് പിന്നെയും കിടത്തി ഉറക്കിയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നു. ഏട്ടന് 9:00 ഓട്ടണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം പെട്ടെന്ന് റെഡിയാക്കി. പിന്നെ ഞാൻ ഏട്ടൻ വരാനൊന്നും വെയിറ്റ് ചെയ്തില്ല, വേഗം പോയി കുളിച്ച് തലയൊക്കെ നനച്ച് കുളിച്ചിട്ടോ, അല്ലെങ്കിൽ ഉറക്കാൻ വലിയ ചൂടല്ലേ. അപ്പം അങ്ങനെ തക്കാളിക്കറി, മീൻ വറുത്തതും പിന്നെ വലിയമ്മായി രാവിലെ ഇടിച്ചൊക്കെ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഉപ്പേരിയും കൂടി കൂട്ടിയിട്ടാണ് ഞാനും ഏട്ടനും എല്ലാം ഭക്ഷണം കഴിച്ചത് കേട്ടോ. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാശേട്ടൻ വന്നത്. പിന്നെ രാശേട്ടൻ 9:00 ഓട്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പോകാനൊന്നും പറ്റി. 9:30 ഓട്ടത്തിന് പോയിട്ടോ. പക്ഷെ വേറെ ആരോ ഹോസ്പിറ്റലിൽ പോകണം പറഞ്ഞിട്ട് ഏട്ടനെ അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിലേക്കും പോയിട്ടോ. കുട്ടിക്കുള്ള കുറുക്കിനൊക്കെ ഉള്ളത് വെള്ളത്തിലിട്ടിട്ടാണ് പിന്നെ ഞാൻ പോയി കിടന്നതൊക്കെ കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.